എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി 4ാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ രാജ്യസങ്കല്പവും ഭരണരീതിയും എന്ന യൂണിറ്റിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. താരിഖ് ഇ ഫിറോസ് ഷാഹിയുടെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചാൽ സിയാവുദ്ദീൻ ബറാനിയാണ്. താരിഖ് ഇ ഫിറോസ് ഷാഹിയുടെ രചയിതാവ് സിയാവുദ്ദീൻ ബറാനി. ഡൽഹി അടിസ്ഥാനമാക്കി സൽത്തനത്ത് ഭരണം നടത്തിയിരുന്ന വർഷം CE 1206 മുതൽ CE 1526 വരെ. ഡൽഹി ആസ്ഥാനമാക്കി സൽത്തനത്ത് ഭരണം നടത്തിയിരുന്ന വർഷം CE 1206 മുതൽ CE 1526 വരെയാണ്. സൽത്തനത്ത് കാലത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന രാജവംശങ്ങളാണ് മംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി എന്നിവ. ഒന്നുകൂടെ നോക്കാം. സൽത്തനത്ത് കാലത്ത് ഡൽഹി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന രാജവംശങ്ങൾ മംലൂക്ക് വംശം, ഖൽജി വംശം, തുഗ്ലക്ക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. മംലൂക്ക് വംശത്തിന്റെ മറ്റൊരു പേര് അടിമവംശം എന്നാണ്. മംലൂക്ക് വംശത്തിന്റെ മറ്റൊരു പേര് അടിമവംശം. താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന ഗ്രന്ഥത്തിൽ സിയാവുദ്ദീൻ ബറാനി ഏത് രാജാവിനെ കുറിച്ചാണ് വിവരിക്കുന്നത്? ബാൽബനെ കുറിച്ചാണ്. താരിഖ് ഇ ഫിറോസ് ഷാഹി എന്ന ഗ്രന്ഥത്തിൽ സിയാവുദ്ദീൻ ബറാനി ഏത് രാജാവിന്റെ അധികാരത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്? ബാൽബൻ. ബാൽബൻ ഏത് രാജവംശത്തിലെ പ്രമുഖനായ രാജാവായിരുന്നു? അടിമവംശം. ബാൽബൻ ഏതു വംശത്തിലെ പ്രമുഖനായ രാജാവായിരുന്നു? അടിമവംശം. രാജാവ് ദൈവതുല്യനാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച രാജവംശം തുർക്കി. രാജാവ് ദൈവതുല്യനാണ് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ച രാജവംശം തുർക്കിയാണ്. സൽത്തനത്ത് ഭരണകാലത്ത് ഭരണത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ സുൽത്താനായിരുന്നു. സൽത്തനത്ത് ഭരണകാലത്ത് ഭരണത്തിന്റെയും നീതിന്യായത്തിന്റെയും തലവൻ സുൽത്താൻ. സൽത്തനത്ത് ഭരണകാലത്ത് നടപ്പിലാക്കിയ കേന്ദ്രീകൃത ഭരണവ്യവസ്ഥയുടെ സവിശേഷതകൾ ഒന്ന് വായിച്ചു നോക്കാം. ഭരണകാര്യങ്ങളിൽ സുൽത്താനെ സഹായിക്കുന്നതിന് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു. കൃത്യമായ പിന്തുടർച്ചാ നിയമം ഉണ്ടായിരുന്നില്ല. ആക്രമണ ഭീഷണി ചെറുക്കുന്നതിനും രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായിട്ടുള്ളൊരു സൈന്യത്തെ അക്കാലത്ത് നിലനിർത്തിയിരുന്നു. ഭരണ സൗകര്യത്തിനായി വിശാലമായ രാജ്യത്തെ വിവിധ വിഭാഗങ്ങളായി വിഭജിച്ചിരുന്നു. സൽത്തനത്ത് ഭരണകാലത്ത് ബാഗ്ദാദിലെ ഖലീഫയുടെ നേതൃത്വം അംഗീകരിച്ചിരുന്നു. ഗ്രാമത്തിൽ പ്രാദേശിക നിയമങ്ങളാണ് നിലനിന്നിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സൽത്തനത്ത് കാലത്ത് തുർക്കി പാരമ്പര്യത്തിൽ നിന്നുമാണ് രാജാവ് ദൈവതുല്യനാണ് എന്ന കാഴ്ചപ്പാട് വന്നത്. ഇതിനെ തുടർന്നാണ് അനിയന്ത്രിത രാജാധികാരം എന്ന ആശയം ഉടലെടുത്തത്. ഇതിനെ സാധൂകരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് വായിച്ചു പോയാൽ മതി. നേരത്തെ പോലെ തന്നെ കുടുംബത്തലവൻ കുടുംബാംഗങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ രാജാവ് ഭരണം നടത്തിയിരുന്നു. രാജാവിന്റെ തീരുമാനങ്ങളെ അംഗങ്ങൾ ചോദ്യം ചെയ്തിരുന്നില്ല. ഓരോ അംഗത്തിന്റെയും സ്ഥാനവും സ്വത്തധികാരവും അദ്ദേഹം നിശ്ചയിക്കും തുടങ്ങിയവ അത് സാധൂകരിക്കുന്ന ഘടകങ്ങളായിരുന്നു. സൽത്തനത്ത് ഭരണകാലത്ത് പ്രാദേശിക തലത്തിൽ ഭരണ സൗകര്യത്തിനായി സാമ്രാജ്യത്തെ തരംതിരിച്ചത് പ്രവിശ്യകൾ, ഷിക്കുകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്ന നിലയിലായിരുന്നു. സൽത്തനത്ത് ഭരണകാലത്ത് ഭരണ സൗകര്യത്തിനായിട്ട് സാമ്രാജ്യത്തെ തരംതിരിച്ചത് പ്രവിശ്യകൾ, ഷിക്കുകൾ, പർഖാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ്. സൽത്തനത്ത് ഭരണകാലത്തെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ക്രമസമാധാന പാലനം, നീതിന്യായ നിർവഹണം, ഭൂനികുതി പിരിക്കൽ, സൈനിക സംഘാടനം എന്നിവയായിരുന്നു. സൽത്തനത്ത് ഭരണകാലത്തെ ഭരണകൂടത്തിന്റെ ചുമതലകൾ ക്രമസമാധാനം, നീതിന്യായ നിർവഹണം, ഭൂനികുതി പിരിക്കൽ, സൈനിക സംഘാടനം എന്നിവയായിരുന്നു. സൽത്തനത്ത് ഭരണത്തിൽ സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഇഖ്ത എന്നാണ്. സൽത്തനത്ത് ഭരണത്തിൽ സൈനിക മേധാവികളായ പ്രഭുക്കന്മാരെ ഏൽപ്പിച്ചിരുന്ന പ്രദേശങ്ങൾ ഇഖ്ത എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
ഇക്ത എന്ന പ്രദേശം കൈവശം വെച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ഇക്താദാർ എന്നാണ്. ഇക്ത എന്ന പ്രദേശം കൈവശം വെച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ഇക്താദാർ എന്നാണ്. സൽത്തനത്ത് ഭരണകാലത്തെ പ്രദേശങ്ങളായ ഇക്തയുടെ ക്രമസമാധാനവും നികുതി പിരിവിന്റെയും ചുമതലകൾ ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ ഇക്താത്തമാർക്കായിരുന്നു. സൽത്തനത്ത് ഭരണകാലത്തെ പ്രാദേശിക ഭരണ പ്രദേശങ്ങളായ ഇക്തയുടെ ക്രമസമാധാന പാലനത്തിന്റെയും നികുതി പിരിവിന്റെയും ചുമതലകൾ ആർക്കാണെന്ന് ചോദിച്ചാൽ ഇക്താദാർമാർക്കായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. സൽത്തനത്ത് ഭരണകാലത്ത് ഇക്താദാർമാർക്കുണ്ടായിരുന്ന ചുമതലകൾ ഒന്ന് വായിച്ച് പോയാൽ മതി, ഒന്ന് വായിച്ചു നോക്കാം. അവർ സ്വന്തമായി ഒരു സൈന്യത്തെ നിലനിർത്തണമായിരുന്നു. പിരിച്ചെടുക്കുന്ന തുകയുടെ ഒരു ഭാഗം സ്വന്തം ചെലവിനും ബാക്കി ഭരണനിർവഹണത്തിനും ഉപയോഗിക്കണം. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള അധികാരം നൽകിയിരുന്നില്ല. കേന്ദ്രഭരണം ശക്തിയാർജിച്ചതോടെ ഇക്താത്തമാരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ടതോടെ ഇക്തകൾ അറിയപ്പെട്ടത് പ്രവിശ്യകൾ എന്നാണ്. കേന്ദ്രഭരണം ശക്തിയാർജിച്ചതോടെ ഇക്താദാർമാരുടെ അധികാരം നിയന്ത്രിക്കപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ടതോടെ ഇക്തകൾ അറിയപ്പെട്ടിരുന്നത് പ്രവിശ്യകൾ എന്നായിരുന്നു. സൽത്തനത്ത് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന കോട്ടയായ ദൗലത്താബാദ് കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. സൽത്തനത്ത് കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന കോട്ടയായ ദൗലത്താബാദ് കോട്ട സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ സൽത്തനത്ത് ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. കമ്പോള നിയന്ത്രണം നടപ്പിലാക്കിയ സൽത്തനത്ത് ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി. കുറഞ്ഞ ചിലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം എന്നുള്ളത്. കുറഞ്ഞ ചിലവിൽ വലിയൊരു സൈന്യത്തെ നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയ പരിഷ്കാരമാണ് കമ്പോള നിയന്ത്രണം. അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ച ഖൽജി ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. അളവുകളും തൂക്കങ്ങളും ഏകീകരിച്ച ഖൽജി ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി. സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിച്ച ഖൽജി ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി ആയിരുന്നു. സർക്കാർ ധാന്യപ്പുരകൾ സ്ഥാപിച്ച ഖൽജി ഭരണാധികാരി അലാവുദ്ദീൻ ഖൽജി. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകിയ ഖൽജി രാജാവായിരുന്നു അലാവുദ്ദീൻ ഖൽജി. പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും നടത്തുന്നവർക്ക് കഠിന ശിക്ഷ നൽകിയ ഖൽജി രാജാവ് അലാവുദ്ദീൻ ഖൽജി. കമ്പോള നിയമങ്ങൾ നടപ്പിലാക്കിയതിന്റെ ഫലങ്ങൾ നമുക്കൊന്ന് വായിച്ചു പോവാം. കർഷകരിൽ നിന്ന് ധാന്യങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയും ക്ഷാമ കാലങ്ങളിൽ മിതമായ വിലയ്ക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. സൈനികർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിഞ്ഞു. ഉയർന്ന ശമ്പളം സൈനികർക്ക് നൽകേണ്ടി വരാത്തതിനാൽ സൈനിക ചെലവ് കുറയുകയും അതിലൂടെ ലഭിച്ച വരുമാനം കൊണ്ട് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. സൽത്തനത്ത് കാലത്തിന് ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയത് മുഗളന്മാരാണ്. സൽത്തനത്ത് കാലത്തിനു ശേഷം ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയത് മുഗളന്മാർ. മംഗോളിയൻ ഭരണാധികാരികളായ ചെങ്കിസ് ഖാന്റെയും തിമുറിന്റെയും പിന്മുറക്കാരായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തികൾ. മംഗോളിയൻ ഭരണാധികാരികളായ ചെങ്കിസ് ഖാന്റെയും തിമൂറിന്റെയും പിന്മുറക്കാരനായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നു മുഗൾ ചക്രവർത്തിമാർ. 16-ാം നൂറ്റാണ്ടിൽ ആരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തത്? യൂറോപ്യൻസ് ആയിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ ആരാണ് മുഗൾ രാജവംശത്തെ മുഗൾ എന്ന് നാമകരണം ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യന്മാർ. മുഗൾ ഭരണകാലത്ത് ഏതൊക്കെ രാജ്യങ്ങളുടെ സമ്പ്രദായങ്ങളുടെ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് ചോദിച്ചാൽ തുർക്കി, മംഗോൾ എന്നീ സ്ഥലങ്ങളിലെ സമ്പ്രദായങ്ങളുടെ സ്വാധീനമായിരുന്നു ഉണ്ടായിരുന്നത്. മുഗൾ ഭരണകാലത്ത് ഏതൊക്കെ രാജ്യങ്ങളുടെ സമ്പ്രദായങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുർക്കിയുടെയും മംഗോളിന്റെയും സ്വാധീനം എന്നീ രാജ്യങ്ങളുടെ സ്വാധീനം അന്നുണ്ടായിരുന്നു. CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബർ. CE 1526 മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബർ ആയിരുന്നു. CE 1605 രചിച്ച അർത്ത് കഥനക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ബനാർസിദാസ് ആയിരുന്നു. CE 1605 രചിച്ച
അർത്ത് കഥാനക് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് വനാർസിദാസ് ആയിരുന്നു. അർത്ത് കഥാനക് എന്ന കൃതിയിൽ ബനാർസിദാസ് ആരുടെ മരണത്തെ തുടർന്നുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് വിവരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിൻ്റെതായിരുന്നു. അർത്ത് കഥാനക് എന്ന കൃതിയിൽ ബനാർസിദാസ് ആരുടെ മരണത്തെ തുടർന്നുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് വിവരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്ബറിന്റെ മരണത്തെ തുടർന്നുള്ള പ്രതികരണങ്ങളാണ് വിവരിക്കുന്നത്. അക്ബർനാമ എന്ന കൃതിയുടെ രചയിതാവ് അബുൾ ഫസലാണ്. അക്ബർനാമ എന്ന കൃതിയുടെ രചയിതാവ് അബുൾ ഫസൽ. മുഗൾ ഭരണത്തിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് വായിച്ചു പോവാം. രാജാധികാരം ദൈവദത്തമായിരുന്നു. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. മുഗൾ കാലത്തെ പ്രാദേശിക ഭരണ വിഭാഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒന്ന് വായിച്ചു പോയത്. സുബ, സർക്കാർ, പർഗാന, ഗ്രാമം, പട്ടണം എന്നിവ. മുഗൾ കാലത്തെ പ്രാദേശിക ഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയായിരുന്നു. മുഗൾ ഭരണകാലത്തെ പ്രാദേശിക ഭരണത്തിലെ ഉദ്യോഗസ്ഥരുടെ ചുമതലകൾ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നികുതി പിരിവ്, നീതിന്യായ നിർവഹണം, സൈനിക മേൽനോട്ടം എന്നിവയാണ്. ആരുടെ കാലത്താണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന്റെ കാലഘട്ടത്തിലാണ്. ആരുടെ കാലഘട്ടത്തിലാണ് മുഗൾ ഭരണം ശക്തി പ്രാപിച്ചത്? അക്ബർ. ബാദ്ഷാ-ഇ ഹിന്ദ്, ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. ബാദ്ഷാ-ഇ ഹിന്ദ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ചക്രവർത്തി എന്ന സ്ഥാനം സ്വീകരിച്ച മുഗൾ ഭരണാധികാരിയായിരുന്നു അക്ബർ. രജപുത്രരായ രാജാ തോഡർമാൾ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ച മുഗൾ രാജാവായിരുന്നു അക്ബർ. രജപുത്രരായ രാജാ തോഡർമാർ, ബീർബൽ, മാൻസിംഗ് തുടങ്ങിയവരെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ നിയമിച്ച മുഗൾ രാജാവ് അക്ബർ. രജപുത്ര സ്ത്രീയെ വിവാഹം കഴിച്ച മുഗൾ രാജാവായിരുന്നു അക്ബർ. രജപുത്ര സ്ത്രീയെ വിവാഹം കഴിച്ച മുഗൾ രാജാവ് അക്ബർ. അക്ബറിന്റെ കാലത്തെ സുബകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒന്ന് വായിച്ചു പോയാൽ മതി. കാബുൾ, ലാഹോർ, മുൾത്താൻ, ഡൽഹി, ആഗ്ര, അയോധ്യ, ഇലഹാബാദ്, അജ്മീർ, ഗുജറാത്ത്, മാൾവ, ബീഹാർ, ബംഗാള്, ഖാനുദേശ്, ബീറാർ, ഒറീസ, സിന്ധ്, കാശ്മീർ, അഹമ്മദ് നഗർ എന്നിവയാണ്. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദീൻ ഇ ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകിയത് അക്ബറായിരുന്നു. വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിലനിർത്തുന്നതിനായി എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ദീൻ ഇ ഇലാഹി എന്ന പുതിയ വിശ്വാസത്തിന് രൂപം നൽകിയത് അക്ബറായിരുന്നു. അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇ ഇലാഹിയാണ്. അക്ബർ സ്ഥാപിച്ച മതം ദീൻ ഇ ഇലാഹി. ദീൻ ഇ ഇലാഹി അറിയപ്പെടുന്ന മറ്റൊരു പേര് തൗഹീദ് ഇ ഇലാഹി എന്നാണ്. ദീൻ ഇ ഇലാഹി അറിയപ്പെടുന്ന മറ്റൊരു പേര് തൗഹീദ് ഇ ഇലാഹി. ദീൻ ഇ ഇലാഹി മതത്തിന്റെ അടിസ്ഥാന ആശയം സുൽഹ് കുല്ലാണ്. ദീൻ ഇ ഇലാഹി എന്ന മതത്തിന്റെ അടിസ്ഥാന ആശയം സുൽഹ് കുൽ. സുൽഹ് കുൽ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം എന്നാണ്. സുൽഹ് കുൽ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും സമാധാനം. ആശയപരമായ സംവാദങ്ങൾ നടത്തുന്നതിനായി അക്ബർ തലസ്ഥാനമായ ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ച നിർമ്മിതിയാണ് ഇബാദത്ത് ഖാന എന്നുള്ളത്. ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തുന്നതിനായി അക്ബർ തലസ്ഥാനമായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ച നിർമ്മിതി ഇബാദത്ത് ഖാനയാണ്. സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ച സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി. സൈനിക ശക്തിയോടൊപ്പം പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉറപ്പാക്കാൻ അക്ബർ സ്വീകരിച്ചിട്ടുള്ള സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി എന്നുള്ളത്.
മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവി അർത്ഥമാക്കുന്ന പദം മാൻസബ് എന്നാണ്. മുഗൾ സൈനിക ഉദ്യോഗസ്ഥന്റെ പദവി അർത്ഥമാക്കുന്ന പദം മാൻസബ്. മാൻസബ് പദവി വഹിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാർ എന്നാണ്. മാൻസബ് പദവി വഹിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് മാൻസബ്ദാർ എന്നാണ്. മാൻസബ്ദാരുടെ പദവി നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിരുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെയും കുതിരകളുടെ എണ്ണത്തെയുമായിരുന്നു. മാൻസബ്ദാരുടെ പദവി നിർണയിക്കുന്നതിന് അടിസ്ഥാനമാക്കിയിരുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെയും കുതിരകളുടെ എണ്ണത്തെയുമാണ്. 30-ലധികം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ ആരുടെ സൈന്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്ബറിന്റെ സൈന്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. 30-ലധികം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ ആരുടെ സൈന്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്? അക്ബറിന്റെ സൈന്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ മാൻസബിനും ഉണ്ടായിരുന്ന 2 ഉപവിഭാഗങ്ങളായിരുന്നു സത്തും സവറും. ഓരോ മാൻസബിനും ഉണ്ടായിരുന്ന 2 ഉപവിഭാഗങ്ങൾ സത്ത്, സവർ. മാൻസബിനും ഉണ്ടായിരുന്ന 2 ഉപവിഭാഗങ്ങളിലൊന്നായ സത്ത് എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തി എന്നാണ്. സത്ത് എന്ന വാക്കിന്റെ അർത്ഥം വ്യക്തി എന്നാണ്. സത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെയും വേതനത്തെയുമാണ്. സത്ത് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് സൈന്യത്തിൽ ഒരു വ്യക്തിയുടെ സ്ഥാനത്തെയും വേതനത്തെയുമാണ്. സവർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ്. സവർ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് കുതിരപ്പടയാളികളുടെ എണ്ണത്തെ. സൽത്തനത്ത് കാലത്തെ ഇഖ്തയുടെ ഉയർന്ന രൂപമായിരുന്നു ജാഗിർദാരി. സൽത്തനത്ത് കാലത്തെ ഇഖ്തയുടെ ഉയർന്ന രൂപമായിരുന്നു ജാഗിർദാരി. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിനുപകാരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമായിരുന്നു ജാഗിർദാരി. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിനു പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായമായിരുന്നു ജാഗിർദാരി. മാൻസബ്ദാർമാർ ശമ്പളത്തിനു പകരമായി നൽകുന്ന ഭൂമി അറിയപ്പെട്ടിരുന്നത് ജാഗിർ എന്നായിരുന്നു. മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിനു പകരമായി നൽകപ്പെട്ട ഭൂമി അറിയപ്പെട്ടിരുന്നത് ജാഗിർ എന്നായിരുന്നു. ജാഗിർ ഭൂമി കൈവശം വെച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ജാഗിർദാർമാർ എന്നായിരുന്നു. ജാഗിർ ഭൂമി കൈവശം വെച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് ജാഗിർദാർമാർ എന്നാണ്. ജാഗിർ സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ നമുക്കൊന്ന് വായിച്ചു പോവാം. ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. ജാഗിർദാർമാർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുവാനോ ഭരണം നടത്തുവാനോ അവകാശമില്ല. ജാഗിർദാരി പദവി പരമ്പരാഗതമായിരുന്നില്ല. ഭൂമിയിലെ നികുതി പിരിച്ചെടുത്തുപയോഗിക്കുക എന്നത് മാത്രമാണ് അവരുടെ അധികാരമായിട്ട് ഉണ്ടായിരുന്നത്. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോളന്മാർ. CE 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നു ചോളന്മാർ. ചോളഭരണത്തിന്റെ പിന്തുടർച്ചാവകാശം ഏത് സമ്പ്രദായത്തിലൂടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കത്തായത്തിലൂടെ ആയിരുന്നു. ചോള രാജഭരണത്തിന്റെ പിന്തുടർച്ചാവകാശം ഏത് സമ്പ്രദായത്തിലൂടെയായിരുന്നു? മക്കത്തായത്തിലൂടെ ആയിരുന്നു. ചോള ഭരണകാലത്ത് രാജശാസനകൾ മറ്റുദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥർ അറിയപ്പെട്ടിരുന്നത് ഒലൈനായകം എന്നായിരുന്നു. ചോള ഭരണകാലത്ത് രാജശാസനകൾ മറ്റുദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് ഒലൈനായകം എന്നായിരുന്നു. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടലായിരുന്നു. ചോളന്മാരുടെ തടാകം എന്നറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടൽ. ചോള സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ് സിലോൺ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങൾ. ചോള സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിച്ചിരുന്ന പ്രദേശങ്ങളാണ് സിലോൺ, ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയവ. ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോള ശാസനമാണ് ഉത്തരമേരൂർ ശാസനം. ഗ്രാമസ്വയംഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചോള ശാസനം ഉത്തരമേരൂർ ശാസനമാണ്. ഭരണസൗകര്യത്തിനായി ചോള രാജാക്കന്മാർ രാജ്യത്തെ വിഭജിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണ്ഡലങ്ങൾ,
വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ ആയിരുന്നു. ഭരണ സൗകര്യത്തിനായി ചോള രാജാക്കന്മാർ രാജ്യത്തെ വിഭജിച്ചത് മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ ആയിരുന്നു. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കൊട്ടം. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹം അറിയപ്പെട്ടിരുന്നത് കൊട്ടം എന്നാണ്. ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന സമിതികളാണ് ഊറും സഭയും. ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന സമിതികൾ ഊർ, സഭ എന്നിവയാണ്. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയാണ് ഊർ. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതി ഊർ. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ട സമിതിയാണ് സഭ. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ട സമിതി സഭ. സഭയുടെ സവിശേഷതകൾ ഒന്ന് വായിച്ചു പോവാം. തിരഞ്ഞെടുപ്പിലൂടെയും നറുക്കെടുപ്പിലൂടെയുമായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. ഭരണനിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായി തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ചു നൽകിയിരുന്നു. സഭയുടെ പ്രവർത്തനത്തിന് പ്രത്യേകം നിയമങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് സഭയുടെ സവിശേഷതകൾ. സഭയിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് വർഷം തോറും തിരഞ്ഞെടുക്കും. സഭയിൽ ഒരാൾക്ക് തുടർച്ചയായി പരമാവധി എത്ര തവണയാണ് അംഗമായിരിക്കാൻ അവസരം ലഭിക്കുക? 3 തവണ ലഭിക്കും. സഭയിൽ ഒരാൾക്ക് തുടർച്ചയായി പരമാവധി എത്ര തവണയാണ് അംഗമായിരിക്കാൻ അവസരം ലഭിക്കുക എന്ന് ചോദിച്ചാൽ 3 തവണയാണ് അവസരം ലഭിക്കുക. ചോള ഭരണകാലത്തിലെ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് പെരുമക്കൾ എന്നാണ്. ചോള ഭരണകാലത്തിലെ സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് പെരുമക്കൾ എന്നാണ്. ചോള ഭരണകാലത്തിലെ പഞ്ചായത്തിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് വാരിയ പെരുമക്കൾ എന്നാണ്. ചോള ഭരണകാലത്തിലെ പഞ്ചായത്തിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് വാരിയ പെരുമക്കൾ എന്നാണ്. ചോള ഭരണകാലത്ത് ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് സഭയിലാണ്. ചോള ഭരണകാലത്ത് ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് സഭയിലാണ്. ചോള ഭരണകാലത്തെ സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക എന്നുള്ളതൊന്നാണ്. നികുതി പിരിക്കുക, ജനക്ഷേമത്തിനു വേണ്ടിയുള്ള മരാമത്തു പണികൾ നടത്തുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക എന്നിവയൊക്കെ ചോള ഭരണകാലത്തെ സഭയുടെ അധികാരങ്ങളും ആയിരുന്നു. ചോള രാജവംശത്തിന് ഒരു സ്ഥിര സൈന്യവും നാവികസേനയും ഭരണ സംവിധാനവും കൈവന്നത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും കാലത്തായിരുന്നു. ചോള രാജവംശത്തിന് ഒരു സ്ഥിര സൈന്യവും നാവികസേനയും ഭരണ സംവിധാനവും കൈവന്നത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ രാജരാജ ചോളന്റെയും രാജേന്ദ്ര ചോളന്റെയും ഭരണകാലത്താണ്. തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ചോള രാജാവ് രാജരാജ ചോളനായിരുന്നു. തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച ചോള രാജാവ് രാജരാജ ചോളൻ. ശ്രീലങ്ക കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളനാണ്. ശ്രീലങ്ക കീഴടക്കിയ ചോള രാജാവ് രാജരാജ ചോളൻ. ഗംഗന്മാരെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി ഗംഗൈകൊണ്ട ചോളൻ എന്ന ബിരുദം സ്വീകരിച്ച ചോള രാജാവാണ് രാജേന്ദ്ര ചോളൻ. ഗംഗന്മാരെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി ഗംഗൈകൊണ്ട ചോളൻ എന്ന ബിരുദം സ്വീകരിച്ച ചോള രാജാവ് രാജേന്ദ്ര ചോളനാണ്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ സാമ്രാജ്യമാണ് വിജയനഗര സാമ്രാജ്യം. അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ജോലികൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയുമരുത്. ഇത് ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ അമുക്തമാല്യത എന്ന കൃതിയിലെ വരികളാണ്. അതീവ ശ്രദ്ധയോടും അധികാരത്തിനനുസരിച്ചും സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ജോലികൾ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമായ ഒന്നും അവഗണിക്കുകയുമരുത്. ഇവ ഏത് കൃതിയിലെ വരികളാണ് എന്ന് ചോദിച്ചാൽ അമുക്ത മല്യാദയിലെ വരികളാണ്. അമുക്ത മാല്യത എന്ന കൃതി രചിച്ചത് കൃഷ്ണദേവരായരാണ്. അമുക്തമാല്യത എന്ന കൃതി രചിച്ചത് കൃഷ്ണദേവരായർ.
വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ രാജാവ് കൃഷ്ണദേവരായരായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള രാജാവ് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിൽ ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിനായി നിർമ്മിച്ച വിശാലമായ കോട്ടകളിലൊന്നാണ് ബേലൂർ കോട്ട. അത് കർണാടകയിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൽ ശത്രുക്കളിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കുന്നതിനായി നിർമ്മിച്ച വിശാലമായ കോട്ടകളിലൊന്നാണ് ബേലൂർ കോട്ട. ഇത് കർണാടകയിലാണ്. ബേലൂർ കോട്ട നിർമ്മിച്ചത് കൃഷ്ണദേവരായർ ആയിരുന്നു. വേലൂർ കോട്ട നിർമ്മിച്ചത് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്രഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് നായങ്കര എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് നായങ്കര എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാർ എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണ സംവിധാനം അറിയപ്പെട്ടത് അയ്യങ്കാർ. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ രാജാവാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ കേന്ദ്ര ഭരണത്തിന്റെ തലവൻ രാജാവ്. വിജയനഗര സാമ്രാജ്യത്തിൽ സൈനിക മേധാവികൾ കൂടിയായിരുന്ന പ്രവിശ്യ ഗവർണർമാർക്ക് രാജാവ് നൽകിയിരുന്ന പദവി നായക് എന്നായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ സൈനിക മേധാവികൾ കൂടിയായിരുന്ന പ്രവിശ്യ ഗവർണർമാർക്ക് രാജാവ് നൽകിയിരുന്ന പദവി എന്താണെന്ന് ചോദിച്ചാൽ നായക് എന്നായിരുന്നു പദവി. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഗ്രാമഭരണം നിർവഹിച്ചിരുന്ന വ്യക്തികൾ അറിയപ്പെട്ടിരുന്ന പേര് അയ്യങ്കാർ എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിൽ ഗ്രാമഭരണം നിർവഹിച്ചിരുന്ന വ്യക്തികൾ അറിയപ്പെട്ടിരുന്ന പേര് അയ്യങ്കാർ എന്നാണ്. വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രഭരണത്തിലെ നായക പദവിക്ക് സമാനമായ ഗ്രാമഭരണത്തിലെ പദവി അയ്യങ്കാർ എന്ന പദവിയായിരുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രഭരണത്തിലെ നായക പദവിക്ക് സമാനമായിട്ടുള്ള ഗ്രാമഭരണത്തിലെ പദവി അയ്യങ്കാർ. വിജയനഗര സാമ്രാജ്യത്തിലെ നായങ്കര സമ്പ്രദായത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് വായിച്ചു പോവാം. കേന്ദ്രഭരണത്തിന്റെ തലവൻ രാജാവായിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരും രാജകീയ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. താരതമ്യേന ചെറിയ സൈന്യമാണ് രാജാവിനുണ്ടായിരുന്നത്. രാജാവ് ആവശ്യപ്പെടുമ്പോൾ അവർ സൈന്യത്തെ വിട്ടുകൊടുക്കുമായിരുന്നു എന്നിവയൊക്കെയാണ് അതിന്റെ പ്രത്യേകത. വിജയനഗര സാമ്രാജ്യം കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ രാജവംശങ്ങള് സംഗമ, തുളുവ, സാലുവ, അരവിഡു എന്നിവയാണ്. വിജയനഗര സാമ്രാജ്യം കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുള്ള രാജവംശങ്ങൾ സംഗമ, തുളുവ, സാലുവ, അരവിഡു എന്നിവയാണ്. കൃഷ്ണദേവരായർ ഉൾപ്പെട്ട രാജവംശം തുളുവ രാജവംശമാണ്. കൃഷ്ണദേവരായർ ഉൾപ്പെട്ട രാജവംശം തുളുവ രാജവംശം. മറാത്ത രാജവംശം ഇന്ത്യയിൽ ഭരണം നടത്തിയ നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടാണ്. മറാത്ത രാജവംശം ഇന്ത്യയിൽ ഭരണം നടത്തിയ നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട്. മറാത്ത ഭരണത്തിന്റെ സവിശേഷതകൾ ഉദ്യോഗസ്ഥരെക്കുറിച്ചും രാജ്യകാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനം ഉപയോഗപ്പെടുത്തിയിരുന്നു. മറാത്ത ഭരണത്തിന്റെ സവിശേഷതകൾ ഉദ്യോഗസ്ഥരെക്കുറിച്ചും രാജ്യകാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശക്തമായ രഹസ്യാന്വേഷണ സംവിധാനം ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, പ്രാദേശിക ഭരണം അക്കാലത്ത് നിലനിന്നിരുന്നു. മന്ത്രിമാർ ഉപദേശകർ മാത്രമായിരുന്നു. അവരുടെ പദവികൾ എന്തായിരുന്നില്ല? അവരുടെ പദവികള് പരമ്പരാഗതമായിരുന്നില്ല. മന്ത്രിമാർ ഉപദേശകർ മാത്രമായിരുന്നു. അവരുടെ പദവികള് പരമ്പരാഗതമായിരുന്നില്ല. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജിയാണ്. മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ ശിവജി. മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതി അറിയപ്പെടുന്നത് അഷ്ടപ്രധാൻ എന്നാണ്. മറാത്തയിലെ ഭരണാധികാരിയായിരുന്ന ശിവജിയെ ഭരണത്തിൽ സഹായിച്ചിരുന്ന സമിതി അഷ്ടപ്രധാൻ. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം 1674 ശിവജിയുടെ സ്ഥാനാരോഹണം നടന്നിട്ടുള്ള വർഷം 1674. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന വർഷം 1674.
ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന കോട്ടയുടെ പേര് റായ്ഗഡ് കോട്ട, മഹാരാഷ്ട്ര. ശിവജിയുടെ സ്ഥാനാരോഹണം നടന്ന കോട്ടയുടെ പേര് റായ്ഗഡ് കോട്ട, മഹാരാഷ്ട്ര. സ്ഥാനാരോഹണത്തിന് ശേഷം ശിവജി സ്വീകരിച്ച പേര് ഛത്രപതി എന്നായിരുന്നു. സ്ഥാനാരോഹണത്തിന് ശേഷം ശിവജി സ്വീകരിച്ച പേരെന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഛത്രപതി എന്നായിരുന്നു. മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ്. മറാത്ത രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി തരംതിരിച്ചിരിക്കുന്നത് പ്രവിശ്യകൾ, ജില്ലകൾ, പർഗാനകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെയൊക്കെയാണ്. മറാത്ത ഭരണകാലത്ത് മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരാജ്യ എന്നായിരുന്നു. മറാത്ത ഭരണകാലത്ത് മറാത്തക്കാരുടേതായ ഭൂപ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് സ്വരാജ്യ എന്നാണ്. മറാത്ത ഭരണകാലത്ത് മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൊഗള്ളൈ എന്നാണ്. മറാത്ത ഭരണകാലത്ത് മറ്റുള്ളവരിൽ നിന്നും ആക്രമിച്ചു കീഴടക്കിയ പ്രദേശങ്ങൾ അറിയപ്പെട്ടിരുന്നത് മൊഗള്ളൈ എന്നാണ്. മറാത്ത ഭരണകാലത്ത് മൊഗള്ളൈ പ്രദേശത്ത് നിലനിന്നിരുന്ന 2 തരം നികുതിയാണ് ചൗത്തും സർദേശ്-മുഖിയും. മറാത്ത ഭരണകാലത്ത് മൊഗള്ളൈ പ്രദേശത്ത് നിലനിന്നിരുന്ന 2 തരം നികുതികളാണ് ചൗത്തും സർദേശ്-മുഖിയും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ള ചോദ്യങ്ങൾ. 106 ചോദ്യങ്ങളോളം ഈ ഒരു വീഡിയോന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും സബ്സ്ക്രിപ്ഷനുമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമന്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.